ഇപ്പോൾ 81-ൽ ഞങ്ങളിവിടെ തിരുവനന്തപുരത്തും കൊല്ലത്തും സമരം ചെയ്യുമ്പോൾ ഈ എയർപോർട്ട് ബ്ലോക്ക് ചെയ്തു, VSSCയെ തടസ്സപ്പെടുത്തി, റെയിൽവേ ലൈൻ തടസ്സപ്പെടുത്തി. പക്ഷേ ഒരിടത്ത് പോലും ഇത്ര ശക്തമായി സമരം ചെയ്തിട്ട് പോലും പിന്നെ അന്ന് ഹോം മിനിസ്റ്റർ TK രാമകൃഷ്ണനായിരുന്നു. ഒരിടത്തും ഞങ്ങളെ ഈ പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ അടിച്ചൊതുക്കിയിട്ടില്ല. പിന്നീട് മറ്റവർ ഭരിക്കുമ്പോൾ പിന്നീട് ചില സമരങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മർദ്ദനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പലയിടങ്ങളിലും പലയിടത്തായിട്ട്. ഈവൻ റെയിൽവേയിൽ പിക്കറ്റ് ചെയ്ത ചില കന്യാസ്ത്രീകളെ വരെ മർദ്ദിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി എന്നുള്ള വാക്ക്, ഒരു പ്രയോഗം ഈ മേഖലയിൽ ഉണ്ടായത് 80-കളിലാണ്. അതുവരെ ഈ പൊതുസമൂഹവും ഗവൺമെൻറ്റും ഒക്കെ ഇവരെ ഒരു മുക്കുവർ, മരയ്ക്കാന്മാർ, ആ രീതിയിലുള്ള ഒരു ജാതി പേരിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു. കടലെന്ന് പറയുന്നത്, കടൽ സമ്പത്തെന്ന് പറയുന്നത് ഒരു 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 പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്. അതിന് സ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്ന് ശരിക്കും പറയാൻ പറ്റത്തില്ല, പബ്ലിക് പ്രോപ്പർട്ടി അല്ല. ഇവിടെ നമ്മുടെ ലാൻഡിലുള്ളതുപോലെ ഇതൊരു കോമൺ പ്രോപ്പർട്ടി. അപ്പോൾ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ റിസോഴ്സാണ്. നമ്മളിപ്പോൾ കരുണാകരൻ്റെ കാലത്തും അല്ലാത്ത ഇടതുപക്ഷത്തിൻ്റെ കാലത്തും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിമാൻഡുകളൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലും ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന കാര്യത്തിൽ അവർ വളരെ വളരെ മറ്റവരെക്കാൾ വീഴ്ചയായിരുന്നു. പിന്നീട് UDFൻ്റെ കരുണാകരൻ മാറി വന്നപ്പോഴൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ കരുണാകരനോട് എനിക്ക് യാതൊരു പ്രതിപത്തിയൊന്നുമില്ല. പക്ഷേ അന്ന് അത് കരുണാകരൻ ബോൾഡായിട്ട് ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ പുള്ളി അത് ചെയ്യും. അതുമാത്രമല്ല, കരുണാകരൻ പിന്നെ നിയമിച്ച കമ്മിറ്റി ഉണ്ടല്ലോ, ഒരു ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി. ആ കമ്മിറ്റി പിന്നീട് ട്രോളിംഗ് നിരോധിക്കണമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ട്രോളിംഗ് നിരോധിച്ചു. ഇവിടെ 3 മാസം നിരോധനം ഉണ്ടായി. 3 മാസമല്ല, 90 ദിവസമാക്കി കുറച്ചു. 45 ദിവസമായിട്ട് കുറച്ചു. നമ്മൾ 90 ആവശ്യപ്പെടുന്നു, അവസാനം 45 ദിവസമായിട്ട് കിട്ടാൻ കാരണം ഈ ബാലകൃഷ്ണൻ നായർ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചിട്ടാണ്, പിന്നീട് വന്ന കമ്മിറ്റിയുടെയൊക്കെ. പക്ഷേ ഇത് രണ്ടും തമ്മിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 81-ലെ സമരത്തിൽ ഞാൻ കണ്ട ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗുണപരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ 81-ൽ ഞങ്ങളിവിടെ തിരുവനന്തപുരത്തും കൊല്ലത്തും സമരം ചെയ്യുമ്പോൾ ഈ എയർപോർട്ട് ബ്ലോക്ക് ചെയ്തു, VSSCയെ തടസ്സപ്പെടുത്തി, റെയിൽവേ ലൈൻ തടസ്സപ്പെടുത്തി. പക്ഷേ ഒരിടത്ത് പോലും ഇത്ര ശക്തമായി സമരം ചെയ്തിട്ട് പോലും അന്ന് ഹോം മിനിസ്റ്റർ TK രാമകൃഷ്ണനായിരുന്നു. ഒരിടത്തും ഞങ്ങളെ ഈ പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ അടിച്ചൊതുക്കിയിട്ടില്ല, ഒരു മർദ്ദനം നേരിടേണ്ടി വന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്കറിയാം, ജെയിംസ് ക്ലാസിച്ചനെ നിങ്ങൾ കണ്ടതാണല്ലോ. ജെയിംസ് ക്ലാസിച്ചനൊക്കെ അന്ന് വക്കം പുരുഷോത്തമൻ ഒരു മന്ത്രിയായിരുന്നു. ഇപ്പോൾ ഈ ജെയിംസ് ക്ലാസിച്ചൻ വക്കം പുരുഷോത്തമനെ കാണാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞത്, അപ്പോൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭരിക്കുന്ന സമയമാണ്. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു AK ആൻ്റണി ഗ്രൂപ്പ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ അന്ന് വക്കം പുരുഷോത്തമൻ പറഞ്ഞു, നിങ്ങളൊക്കെ എന്താ നിയമം കയ്യിലെടുത്ത് ഇങ്ങനെയൊക്കെ റെയിൽവേയും കേന്ദ്ര ഗവൺമെൻറ് തടയുന്നത്, കാണിച്ചത് വെറും ഞങ്ങളായിരുന്നെങ്കിൽ ഇവർ TK രാമകൃഷ്ണനല്ല, ഞങ്ങളുടെ കയ്യിൽ വല്ല വകുപ്പായിരുന്നു, നിങ്ങളെയൊക്കെ ഇങ്ങനെയൊന്നും വിടത്തില്ലായിരുന്നു, മർദ്ദിച്ചൊതുക്കുമായിരുന്നു. കാരണം അത്ര കേന്ദ്രത്തിൽ നിന്ന് പോലും ഭയങ്കര സമ്മർദ്ദം ഉണ്ടായി. ഈ VSSCയുടെ പ്രവർത്തനം പോലും സ്തംഭിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചൊതുക്കിയില്ല. പക്ഷെ അവർ പോലീസിനെ വൻ ഫോഴ്സിനെ ഉപയോഗിച്ച് ഞങ്ങളെപ്പോലെ ജീപ്പുകളിൽ കയറ്റി അറസ്റ്റ് ചെയ്തു, നീക്കം ചെയ്തു. ഇപ്പോൾ എന്നെയൊക്കെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. ഞാൻ അന്ന് പീറ്റർ, ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങളെയൊക്കെ. അപ്പോൾ എനിക്കെതിരെയും പീറ്ററിനെതിരെയും അന്ന് കേസുണ്ടായി.
അപ്പോൾ കൊണ്ടുപോയി ഒരു മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കി. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി റിസർവ് ക്യാമ്പിൽ സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു 10,000 ആൾക്കാരുണ്ട്. എല്ലാവരും അവിടെ കൊണ്ടിട്ടിരിക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്കെതിരെ കേസെടുക്കണം. പക്ഷെ എല്ലാവർക്കെതിരെ എടുക്കുന്നില്ല, ലീഡേഴ്സായിട്ടുള്ള നിങ്ങൾ കുറച്ച് പേരെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവർ വന്ന് സംസാരിച്ചു. അപ്പോൾ എന്നെയും പീറ്ററിനെയും ഞങ്ങളൊരു 4-5 പേർക്കെതിരെയാണ് കേസെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ മജിസ്ട്രേറ്റിന്. അപ്പോൾ ഈ സ്ത്രീകൾ പറഞ്ഞാൽ പറ്റത്തില്ല, ഇവരെ ഒന്നും വിട്ടുതരാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങളെല്ലാം കൊണ്ടുപോകും. അപ്പം നമ്മൾ ഇവരോട് പറഞ്ഞു അങ്ങനെ നിർബന്ധിക്കരുത്, എല്ലാവരെയും ആ കേസിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ കൊണ്ടുപോയി ഒന്ന് മർദ്ദിച്ചാൽ എന്ത് ചെയ്യും. അപ്പോൾ അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് ആ സമരത്തിൽ ആ സ്ത്രീകളെല്ലാം പറഞ്ഞു ഇവരെ കൊണ്ടുപോയി തിരിച്ചിവിടെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നാലല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവില്ല. അത്രയ്ക്ക് ശക്തമായിട്ട് അവരങ്ങനെ നിലപാടെടുത്തപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് മജിസ്ട്രേറ്റ് ജാമ്യം തരുന്നു, തിരിച്ച് പോലീസ് ഞങ്ങൾ ഇവരുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. എന്നിട്ടാണ് ഞങ്ങളെല്ലാം അന്ന് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ട് പോലീസ് നയം കൂടുതൽ പോലീസിനെ ഉപയോഗിച്ച് തൊഴിലാളി സമരത്തെ അടിച്ചമർത്തുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പിന്നീട് മറ്റവർ ഭരിക്കുമ്പോൾ പിന്നീട് ചില സമരങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മർദ്ദനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പലയിടങ്ങളിലും പലയിടത്തായിട്ട്. ഈവൻ റെയിൽവേയിൽ പിക്കറ്റ് ചെയ്ത ചില കന്യാസ്ത്രീകളെ വരെ മർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ പല അനുഭവങ്ങളുണ്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും. അപ്പോൾ അത് പക്ഷേ പിന്നീട് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇവർക്ക് ഈ ഇടതുപക്ഷത്തിൻ്റെ പോലും ആൾക്കാർക്ക് ഞങ്ങളോട് ഒരു തരത്തിലുള്ള ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ തീരപ്രദേശത്തെ ജനങ്ങളെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ഒന്നും സംഘടിപ്പിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഒന്ന് ഞാൻ പറയും ഈ സമരത്തിലൂടെ, ഈ മത്സ്യത്തൊഴിലാളി സംഘടനത്തിലൂടെ അന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി എന്നുള്ള വാക്ക്, ഒരു പ്രയോഗം ഈ മേഖലയിൽ ഉണ്ടായത് 80കളിലാണ്. അതുവരെ ഈ പൊതുസമൂഹവും ഗവൺമെൻറ്റും ഒക്കെ ഇവരെ ഒരു മുക്കുവർ, മരയ്ക്കാന്മാർ, ആ രീതിയിലുള്ള ഒരു ജാതി പേരിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു. ഈ മുക്കുവരെ ഒന്നിനും കിട്ടത്തില്ല, അല്ലെങ്കിൽ അവരെല്ലാം പള്ളിയുടെ കീഴിലാണ്, അല്ലെങ്കിൽ അവർ മറ്റേ രാഷ്ട്രീയം. അപ്പോൾ ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ അവരെ കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊരു തൊഴിലാളിയാണ്, മത്സ്യത്തൊഴിലാളിയാണെന്നുള്ള ഒരു വാക്ക് പോലും ഉണ്ടാകുന്നത് 80കളിലാണ്. അപ്പോൾ എല്ലാവരും സ്വയം നമ്മൾ തൊഴിലാളിയാണ്, അല്ലാതെ നമ്മൾ ജാതി അടിസ്ഥാനത്തിലുള്ള മുക്കുവനല്ല എന്നുള്ള അവബോധം അവരിലും ഉണ്ടാകുന്നതും പൊതുസമൂഹം ആ രീതിയിൽ അവരെ അംഗീകരിക്കുന്നതും രാഷ്ട്രീയ കക്ഷികൾ പോലും ഇവരെ ഒരു തൊഴിലാളി വിഭാഗമായി കാണാൻ തുടങ്ങുന്നതും ഈ 80കളിലെ സ്വതന്ത്രമായിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളികളുടെ സമര മുന്നേറ്റത്തിലൂടെയാണ്. അപ്പോൾ ഇത് കോയിൻ ചെയ്തതിൻ്റെ വേറൊരു കഥയും കൂടിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള വാക്കെന്താണ്? ഇംഗ്ലീഷിൽ ഫിഷർമാൻ. അപ്പം പുരുഷനെയാണ് അവിടെ ഒരു ജെൻഡർ ബയസുണ്ട്. ശരിക്കും ഈ പിന്നീട് 1984 ഈ അഖില ലോക തലത്തിൽ തന്നെ FAOയുടെ ഒരു ഫിഷറീസ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അപ്പം അന്ന് അവർ ഉദ്യോഗസ്ഥ തലത്തിലും ഗവൺമെൻറ്റുകളുടെ തലത്തിലുമൊക്കെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഒന്നും പ്രാതിനിധ്യം അതിനകത്തില്ല. അപ്പോൾ അന്ന് ചിലർ മുൻകൈ എടുത്തിട്ട് അതിന് പാരലായിട്ട് ഒരു മീൻപിടുത്തക്കാരുടെ ലോക സമ്മേളനം റോമിൽ വെച്ച് തന്നെ നടത്തി. റോമിലായിരുന്നു ഈ FAOയുടെ കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ അതിന് പാരലായിട്ടൊരു മീൻപിടുത്തക്കാരുടെ വേറൊരു സമ്മേളനം. അപ്പോൾ ആ സമ്മേളനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഫിഷ് വർക്കേഴ്സ്, അവർ കൊടുത്ത പേര് ഇൻ്റർനാഷണൽ ഫിഷ് വർക്കേഴ്സ് കോൺഫറൻസ് എന്നായിരുന്നു. അപ്പോൾ ഫിഷ് വർക്കർ എന്നുള്ള അത് ജെൻഡറൊക്കെ ഉൾപ്പെടുത്തി അവർ ഡിഫൈൻ ചെയ്തു ആരൊക്കെയാണ്. ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി എന്നുള്ള ഇംഗ്ലീഷ് പദപ്രയോഗം ഉണ്ടാകുന്നത് 84-ലാണ്.
അപ്പോൾ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ദേശീയ തലത്തിൽ ഈ സമരമൊക്കെ നടത്തിയില്ലേ, സമരം നടത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം പേരിട്ടതും നാഷണൽ ഫിഷർമെൻസ് ഫോറം എന്നായിരുന്നു. ഈ 84 ഈ വേർഡ് ഈ ഗ്ലോബലായിട്ടുള്ള ഈ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഫിഷ് വർക്കേഴ്സ് വന്നപ്പോൾ ഞങ്ങളും പേര് മാറ്റി. നാഷണൽ ഫിഷർമെൻസ് ഫോറം എന്നുള്ളത് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്നാക്കി. ഇപ്പോഴും ഫിഷ് വർക്കർ എന്നുള്ള പേര് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് നിഘണ്ടുവിൽ പോലും ശരിയായി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ ഇപ്പം പിന്നെ ഫിഷ് വർക്കേഴ്സ് എന്നുള്ള ഹിന്ദു പത്രങ്ങളും പല ഇംഗ്ലീഷ് പത്രങ്ങളും ആ വാക്ക് ഉപയോഗിക്കുന്നത്, ഫിഷ് വർക്കേഴ്സ് എന്നുള്ളത്. പക്ഷെ മലയാളത്തിൽ അതിനു മുമ്പേ ഉണ്ടായതാണ് ഈ മത്സ്യത്തൊഴിലാളി എന്നുള്ള പദം. കാരണം അത് കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും തൊഴിലാളികളായി പേര് പറഞ്ഞ് വിളിക്കും. ഇപ്പോഴും മറ്റ് നമ്മൾ തീരദേശ സംസ്ഥാനങ്ങളിൽ ചെന്നാൽ അവരുടെ പേരുകൾ അവരെ വിളിക്കുന്നത് അവരുടെ കാസ്റ്റ് നെയിം അനുസരിച്ചാണ്. ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ 2 കമ്മ്യൂണിറ്റിയാണ്, ഒരു കോലി കമ്മ്യൂണിറ്റി, കാർവ കമ്മ്യൂണിറ്റി. അപ്പോൾ അവരെ കാർവ ഫിഷർമെനും കോലി ഫിഷർമെൻ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പോൾ കോലീസ് അല്ലെങ്കിൽ കാർവാസ്. ബോംബെയിലെ കോലീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ സ്ഥലത്തിൻ്റെ പേരുകളെല്ലാം ഈ കോലിവാഡ എന്ന് പറഞ്ഞാൽ തൊറ എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ മീൻപിടുത്തക്കാരുടെ തൊറ എന്ന് പറഞ്ഞാൽ കോലിവാഡ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അവർ അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തൊഴിലാളി എന്നുള്ള ഒരു പദപ്രയോഗം കേരളത്തിലുണ്ടായി, അത് പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇംഗ്ലീഷിലുണ്ടായി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു വർക്കർ എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഈ ഒരു അവകാശ സമരങ്ങളുടെ, നമുക്ക് പല അവകാശങ്ങളുണ്ട്, നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതാണ്, നമ്മൾ എന്നുള്ള ആ ഒരു അവബോധമാണ് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയ നേട്ടം. ഒരുപക്ഷെ അന്ന് ആ മൂവ്മെൻ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തൊഴിലാളി കോൺഷ്യസ്നെസ് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പം മറ്റ് യൂണിയനുകളും ഒക്കെ പേരിനാണെങ്കിൽ പോലും രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും മത്സരാളി യൂണിയനുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഈ CITU ആദ്യം തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കിയത് പരമ്പരാഗത മത്സരാളികളുടെ അല്ല. കൊല്ലത്തെ യന്ത്രവൽകൃത ബോട്ടുകളിൽ ജോലി ചെയ്ത തൊഴിലാളികളുടെ വർക്കേഴ്സ് യൂണിയൻ ഉണ്ടാക്കി, ബോട്ട് വർക്കേഴ്സ് യൂണിയൻ ഉണ്ടാക്കി. കാരണം അവരെ സംബന്ധിച്ച് ഇവരെ കണ്ടിരുന്നത്, താത്വികമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇവരെ കണ്ടിരുന്നത് ഇവരൊരു തരം ഇവരെ പ്രോളിറ്റേറിയറ്റായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ തന്നെ പണിയെടുക്കുന്നു അല്ലേ. ഇപ്പോൾ ഒരു വള്ളം, ഒരു കട്ടമരമുള്ള, അന്നൊക്കെ കട്ടമരങ്ങൾ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതൊരു തൊഴിലാളി മുതലാളി ബന്ധം അവിടെ ഇല്ല. ഈ തൊഴിലാളി മുതലാളി ബന്ധം ഉണ്ടായാലേ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതുണ്ടായത് യന്ത്രവൽകൃത മേഖലയിലാണ്. അപ്പോൾ യന്ത്രവൽകൃത മേഖലയിൽ ബോട്ടുടമകളുണ്ട്, ബോട്ട് തൊഴിലാളികളുണ്ട്. അപ്പോൾ ബോട്ട് തൊഴിലാളികളെ സംഘടിപ്പിച്ചു, യൂണിയൻ ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഒരു റെവല്യൂഷണറി പൊട്ടൻഷ്യൽ ഇല്ല, ഒരു ലുംപൻസാണ് അല്ലെങ്കിൽ. അപ്പോൾ ആ നിലയ്ക്കാണ് അവർ കണ്ടിരുന്നത്. ഈ നമ്മുടെ യൂണിയൻ പ്രവർത്തനവും ഈ സംഘാടനവും അവകാശങ്ങൾ നേടിയെടുക്കും. അപ്പോൾ അവർ വളരെ ഈ സീനിയറായിട്ടുള്ള ലീഡേഴ്സൊക്കെ നമ്മളെ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്നത്. കാരണം നമുക്ക് സാധിക്കാൻ പറ്റാത്തത് ഇവരെ തൊഴിലാളികളെന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും സംഘടിപ്പിക്കാനും അതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമെന്ന് ഞാൻ പറയും. ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തൊഴിലാളി പ്രസ്ഥാനം ഒരു എൻവയൺമെൻ്റൽ ഇഷ്യൂ, ഇപ്പം മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണമായിരുന്നല്ലോ ഏറ്റവും പ്രധാന ഇഷ്യൂ ആയിട്ടെടുത്തത്. അപ്പോൾ ഈ ഒരു പൊതുവായ ഈ കടലെന്ന് പറയുന്നത്, കടൽ സമ്പത്തെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്. അതിന് സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഒന്നും ശരിക്കും പറയാൻ പറ്റത്തില്ല, പബ്ലിക് പ്രോപ്പർട്ടി അല്ല. ഇവിടെ നമ്മുടെ ലാൻഡിലുള്ളതുപോലെ ഇതൊരു കോമൺ പ്രോപ്പർട്ടി. അപ്പോൾ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ റിസോഴ്സാണ് കടലിലെ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കടലിലെ അതിനെ പോയി പിടിച്ചുകൊണ്ട് വരിക, ഇതാണ് നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പിന്നെ ആ കടലിലെ മത്സ്യസമ്പത്തിന് നിലനിന്നാൽ മാത്രമേ ഈ വിഭാഗത്തിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഇഷ്യൂ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ തൊഴിലാളി സംഘടനത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു എൻവയൺമെൻറ്റ് ഇഷ്യൂ എടുത്തുകൊണ്ട് വരിക. അപ്പോൾ നമ്മുടെ ഇവിടെ അതൊരിക്കലും ഇടതുപക്ഷം നമ്മൾ ചെയ്യുമായിരുന്നില്ല.
അവരെ സംബന്ധിച്ച് മുതലാളി തൊഴിലാളി ഇതിൽ തൊഴിലാളികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മുതലാളിയിൽ നിന്ന് കൂടുതൽ വിലപേശി അവരുടെ അവകാശങ്ങൾ നേടുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇവിടെ അതല്ല ഞങ്ങൾ ചെയ്തത് ഇവരുടെ കോമൺ ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടിയെ നശിപ്പിക്കാതെ നിലനിർത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ യൂണിയൻ്റെ തന്നെ ഒരു ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ഇത് പലരും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഒരു എൻവയൺമെൻറ്റ് ഇഷ്യൂ എടുത്തുകൊണ്ടൊരു ട്രേഡ് യൂണിയൻ മുന്നോട്ട് വരിക എന്നുള്ളതും ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അത് ആദ്യമാണ്. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ വന്നിട്ടാണല്ലോ വനസമ്പത്തൊക്കെ കൂടുതൽ സംരക്ഷിക്കുമ്പോൾ സൈലൻറ്റ് വാലി സമരം ഇതൊക്കെ. അതൊന്നും ഇടതുപക്ഷക്കാരൊന്നും അതിനെയൊന്നും പോസിറ്റീവായിട്ട് കണ്ടിരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ അതൊരു ശാസ്ത്രീയമായി ചിന്തിക്കുന്ന പബ്ലിക്കായിട്ടുള്ള ആളുകളുടേതായിട്ടുള്ള ഒരു ജനകീയ പ്രസ്ഥാനം തന്നെയാണ് പരിഷത്ത്. പക്ഷെ ഇവിടെ തൊഴിലാളി പ്രസ്ഥാനമാണ് ഈ സമ്പത്ത് എൻവയൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ള ഇതുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ഇത് പിന്നീട് വന്ന രാഷ്ട്രീയ കക്ഷികളുമൊക്കെ നമ്മൾ പറയുന്ന ഇതിനെ അംഗീകരിക്കാൻ തയ്യാറായി എന്നുള്ളത്. പരിഷത്തിൻ്റെയൊക്കെ പല ആളുകളും ആ സമയത്തൊക്കെ മത്സ്യത്തൊഴിലാളി സമരത്തെയും സപ്പോർട്ടീവായി പിന്തുണച്ചിരുന്നു പല ആളുകളും. അപ്പം നമ്മൾ തന്നെ ഈ ചില ഇഷ്യൂസ് ഞങ്ങൾ ഇപ്പോൾ 80കളുടെ അവസാനത്തിൽ 88, 89 മറ്റോ ആണ് ഞങ്ങളുടെ പ്രസ്ഥാനം മുൻകൈ എടുത്തത്. അപ്പോൾ ദേശീയ തലത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനം ഉണ്ടല്ലോ, ഈ നാഷണൽ ഫിഷ്, അതിനൊക്കെ ഞാനും ഒരു ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. അപ്പോൾ അതിൽ ഞങ്ങളൊരു ഒരു ക്യാമ്പയിൻ നടത്തി. അത് കന്യാകുമാരി മാർച്ച് എന്നായിരുന്നു ആ ക്യാമ്പയിൻ. വെച്ചാൽ ഇന്ത്യയുടെ 2 ഭാഗത്തു നിന്നും കോസ്റ്റൽ ഒരു യാത്ര. പ്രൊട്ടക്റ്റ് വാട്ടർ, പ്രൊട്ടക്റ്റ് ലൈഫ്, ഇതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ ജലസമ്പത്ത് സംരക്ഷിക്കണം, അങ്ങനെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇത് ഞങ്ങൾ 2 യാത്രയായി വന്ന് കന്യാകുമാരിയിൽ വന്ന് അവിടെ ജോയിൻ ചെയ്തിട്ട് അവിടെ വെച്ചൊരു വലിയ മഹാസമ്മേളനം ഇങ്ങനെ പ്ലാൻ ചെയ്താണ് വന്നത്. ഇപ്പം കേരളത്തിലെ ഞങ്ങളുടെ ഈ കോസ്റ്റൽ യാത്ര വന്നപ്പം അതിനൊക്കെ വളരെയേറെ പിന്തുണച്ചത് ഈ പറഞ്ഞ പരിഷത്തും അതുപോലുള്ള മറ്റ് പല, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും, വയനാട്ടിലെ ജോൺസി ജേക്കബ് കേട്ടിട്ടുണ്ടോ? പുള്ളി ഞങ്ങളൊന്നും വിളിക്കാതെ പുള്ളി അവിടെ ഇവിടെ കണ്ണൂർ മറ്റെത്തിയപ്പം പുള്ളി ജോയിൻ ചെയ്തിട്ട് പുള്ളി യാത്രയിൽ ആ വണ്ടിയുടെ കൂടെ കയറി കന്യാകുമാരി വരെ പുള്ളി ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഇതിലൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത് ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഇവർക്കുമൊക്കെ ചേരാം. പക്ഷേ നമ്മളൊരു നോൺ പാർട്ടി ആയതുകൊണ്ട് ഇവർക്കും ജോൺസിയെ പോലുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യുന്നതിന് ഒരുപാട് പേര്, പരിഷത്തിലുള്ള ഒരുപാട് പേരൊക്കെ, MK പ്രസാദ് അന്നൊക്കെ പുള്ളിയെപ്പോലുള്ള പരിഷത്തിൻ്റെ പുള്ളിയൊക്കെ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തെ വളരെ സഹകരിക്കുന്ന കാര്യത്തിൽ പരിഷത്തിനെ കൊണ്ട് തന്നെ നിലപാടെടുപ്പിക്കുകയും പലതും അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ ഔദ്യോഗികമായും പലപ്പോഴും അവർ പിന്തുണച്ചിട്ടൊക്കെ ഉണ്ട് പല സമരങ്ങൾക്കുമൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഒരു പ്രധാന കാര്യം ഈ ഒരു തൊഴിലാളി പ്രസ്ഥാനം തന്നെ ഒരു എൻവയൺമെൻറ്റ് ഇഷ്യൂ കാതലായി ഒരു എൻവയൺമെൻറ്റ്, കാരണം അതുണ്ടെങ്കിൽ മാത്രമേ ഈ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്.